മക്കളെ, ഓണപരീക്ഷയാണ്. പുതിയ പാറ്റേണിലാണ് ഓണപരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. 6 പ്രവർത്തനങ്ങളാണ് നമ്മൾ 2.25 മണിക്കൂർ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടത്. 15 മിനിറ്റ് നമുക്ക് വായിക്കാനുള്ള സമയമാണ്. 2 മണിക്കൂറിനുള്ളിൽ 6 പ്രവർത്തനങ്ങൾ. ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഉത്തരം എഴുതേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രവർത്തനം 5 മിനിറ്റിനുള്ളിൽ സെറ്റ് ചെയ്താലോ? പ്രതികരണക്കുറിപ്പ് അല്ലെ, എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നമുക്ക് നിർബന്ധമായിട്ട് ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് മക്കളെ പ്രതികരണക്കുറിപ്പ് എന്നുള്ള പ്രവർത്തനം. പ്രതികരണക്കുറിപ്പ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രതികരണക്കുറിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരു കവിതയുടെ ഭാഗം, നമ്മൾ പഠിച്ച ഒരു കവിതയെക്കുറിച്ച്, ആ കഥയിലെ ഒരു ഭാഗം, കഥയെക്കുറിച്ച്, കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ച്, സാമൂഹ്യപരമായ ഏതെങ്കിലും ഒരു ദൈനംദിനമായ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒക്കെ നമ്മുടെ പ്രതികരണക്കുറിപ്പ് ചോദിക്കാറുണ്ട്. നമ്മുടെ പ്രതികരണമാണ് ചോദിക്കുന്നത്, നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തുറന്ന് എഴുതേണ്ടത്. നമുക്ക് ആ ഒരു സന്ദർഭത്തെ, ആ കഥാപാത്രത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എന്ത് ചെയ്യാം? നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ പ്രതികരണക്കുറിപ്പ് ചോദിക്കുമ്പോൾ അതിൽ മിക്ക ചോദ്യങ്ങളിലും പ്രതികൂലിച്ചുകൊണ്ട് അല്ലെ, അത് എതിർത്തുകൊണ്ട് പറയേണ്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഓർത്തു വെക്കണം, പ്രതികരണക്കുറിപ്പ് അനുകൂലിച്ചും പ്രതികൂലിച്ചും നമുക്ക് എന്ത് ചെയ്യാം? അഭിപ്രായങ്ങൾ പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നോക്കിയേ നിങ്ങൾ. വിഷയം വിശകലനം ചെയ്യുന്നു. എന്താണ് വിഷയം? കൃത്യമായി എന്ത് ചെയ്യുന്നു? ചോദ്യം വായിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ നിരീക്ഷണങ്ങളും വിശകലനങ്ങളുമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നമ്മുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നു. ആ വിഷയത്തിൽ എന്താണ് നമ്മുടെ നിലപാട്, നമ്മുടെ അഭിപ്രായം എന്താണെന്ന് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിങ്ങളുടെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്താം. കാര്യകാരണ സഹിതം അഭിപ്രായം പറയുന്നു. പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ഒരു വിഷയത്തിൽ എന്താണ് അതിന്റെ പരിഹാരം, ആ പരിഹാരം നമ്മൾ നിർദ്ദേശിക്കണം. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള വിഷയമാണെങ്കിൽ പ്ലാസ്റ്റിക് നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തുക മാത്രമല്ല, ആ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയണം. പ്രകൃതിക്കെതിരെ നടക്കുന്ന ചൂഷണമാണെങ്കിൽ പ്രകൃതിക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ എങ്ങനെ ക്രിയാത്മകമായി നമുക്കതിനെ തടയാൻ വേണ്ടി പറ്റും എന്നുള്ള പരിഹാര മാർഗം നമ്മൾ അവതരിപ്പിക്കണം. അങ്ങനെ പരിഹാര മാർഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രതികരണക്കുറിപ്പ് പൂർത്തിയാക്കേണ്ടത്. ഉചിതമായ ഭാഷയിൽ അനുയോജ്യമായ ചിഹ്നങ്ങളും അക്ഷരത്തെറ്റുകളും ഇല്ലാതെ നമുക്ക് പ്രതികരണക്കുറിപ്പ് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, പലതരം ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ഓരോ ആൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിന്റെ നടുവിലും വിശക്കുന്നവൻ ഉണ്ടാകുമോ? എന്താണ് കാരണം? പാഠഭാഗത്തെ ആശയവും നിങ്ങളുടെ അഭിപ്രായവും ചേർത്തുകൊണ്ട് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. മലയാളത്തിൽ 1ാമത്തെ പാഠഭാഗം TP രാജീവൻ എഴുതിയ അടുക്കള എന്നുള്ള പാഠഭാഗത്തിൽ അവിടെ നമ്മൾ വിശന്ന് നിലവിളിക്കുന്ന ഒരാളുടെ നിലവിളി കേൾക്കുന്നുണ്ട്. ആ നിലവിളി നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ അല്ലെ, അടുക്കളയെ ലോകമാക്കി കണ്ടുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് നാം അറിയാതെ, നാം കേൾക്കാതെ ഇരിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന ആളുകളുടെ നിലവിളിയായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുക്കളയിൽ സ്വാതന്ത്ര്യമില്ലാത്ത, അംഗീകാരമില്ലാത്ത, സ്വാതന്ത്ര്യത്തിനും അംഗീകാരത്തിനും വേണ്ടി നിലവിളിക്കുന്ന സ്ത്രീ സമൂഹത്തെക്കുറിച്ചുള്ള നിലവിളി കൂടി അടുക്കള എന്നുള്ള പാഠഭാഗം നമ്മളോട് പറയുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനത്തെ, ഈ ഒരു ചോദ്യത്തെ മുൻനിർത്തി നമ്മൾ അതിന് ഉത്തരം എഴുതുകയാണ്. ഭൂമിയിലെ ജൈവ വൈവിധ്യവും സമൃദ്ധിയും സൂചിപ്പിച്ചുകൊണ്ടാണ് TP രാജീവൻ അടുക്കള എന്ന കവിത തുടങ്ങുന്നത്. സമൃദ്ധമായ താഴ്വരയിൽ സമൃദ്ധിയുള്ള വീട്ടിൽ ആരോ മറന്നു വെച്ചതുപോലെ കാണപ്പെടുന്ന ഒരു അടുക്കളയെ കുറിച്ചാണ് കവി പറയുന്നത്. ഭൂമി തന്നെയാണ് ഇവിടെ അടുക്കള. ഏവർക്കും ഭക്ഷണ സ്വാതന്ത്ര്യമുള്ള ഒരു അടുക്കളയായി ലോകത്തെ സങ്കല്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. പുറത്തുള്ള സമൃദ്ധിയും അകത്തെ അനന്തമായ പാചകവും ആരുടെയോ വിശപ്പ് മാറ്റാനാണ്. എന്നാൽ ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ അടുക്കളയിൽ തന്നെ ഒരാൾ വിശന്ന് കരയുന്നു. അത് ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുടെ തന്നെ വിശപ്പാണ്. സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വപ്നങ്ങൾ കാണുവാനുള്ള വിശപ്പ്. വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പാടുപെടുമ്പോഴും വിശന്ന് നിലവിളിക്കുന്ന ഒരാൾ ഇവിടെ ബാക്കിയാകുന്നുണ്ട് എന്ന തിരിച്ചറിവിലാണ് കവിത അവസാനിക്കുന്നത്. ആ തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് ഭക്ഷണത്തിന്റെ മൂല്യം നാം മനസ്സിലാക്കുക. ഒരാളും വിശന്ന് നിലവിളിക്കാത്ത ഭൂമി സ്വപ്നം കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ കവിത. അടുക്കള സ്ത്രീയുടെ മാത്രമല്ല, വിശപ്പിന് ആൺപെൺ വേർതിരിവുകളില്ല. വിശപ്പിനില്ലാത്ത വേർതിരിവ് അടുക്കളയിൽ എന്തിനാണ്? അടുക്കള എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. ഇന്ന് നിരവധി ആൺകുട്ടികൾ ഉൾപ്പെടെ ഷെഫിന്റെ ജോലികൾ ചെയ്യുന്നു, താല്പര്യത്തോടെ ചെയ്യുന്നുണ്ട്. അടുക്കളയിലും ഇത് പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം എന്ത് ചെയ്യുന്നു? തുറന്നു പറയുന്നു. ഇങ്ങനെയാണ് മക്കളെ നമ്മൾ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓണപരീക്ഷ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റായി നേരിടാം. ഒരു ചോദ്യം നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു? ഓണപരീക്ഷയെ പേടിയില്ലാതെ പുതിയ കാലത്തെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ നേരിടുന്നു. നമ്മൾ സെറ്റാണ്.